കൂട്ടുകാരെ, എന്റെ കയ്യിലിരിക്കണ ഈ സാധനം കണ്ടോ? കാണാൻ മാത്രല്ലാത്ത ഈ കുഞ്ഞു സാധനം ഒരു ചെടിയുടെ വിത്താണ്. ഭാവിയില് ഒരുപാട് പേർക്ക് തണലും ഭക്ഷണമൊക്കെ തരാൻ പറ്റണ വലിയൊരു മരം ഈ കുഞ്ഞു വിത്തിനുള്ളില് ഒളിച്ചിരിപ്പുണ്ട്. നമുക്ക് ചുറ്റുമുള്ള വലുതും ചെറുതുമായ എല്ലാ ചെടികളും ഒരു കാലത്ത് ഇത്തരം കുഞ്ഞു വിത്തുകളായിരുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ കയ്യിലുള്ള വിത്തുകളൊക്കെ പെട്ടെന്നൊരു ദിവസം നശിച്ചു പോയാ എന്ത് പറ്റും? കേൾക്കുമ്പോ ഒരു തമാശയായിട്ട് തോന്നും. പക്ഷേ ലോകത്ത് പല സ്ഥലത്തും ഇത് സംഭവിച്ചിട്ടുണ്ട്. യുദ്ധങ്ങൾ കാരണം, പ്രകൃതിക്ഷോഭങ്ങൾ കാരണം, എന്തിനു പറയണു, നമ്മൾ മനുഷ്യന്മാരുടെ അശ്രദ്ധ കാരണം വരെ. ഈ ലോകം തന്നെ നശിച്ചു പോയാലും ലോകത്ത് ഇന്നുള്ള ഒട്ടുമിക്ക ചെടികളുടെ വിത്തുകളും നശിച്ചു പോവാണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു ബാങ്ക് ഉണ്ട്, ഒരു വിത്ത് ബാങ്ക്. ഡൂംസ്ഡേ വോൾട്ട് അല്ലെങ്കിൽ ലോകാവസാനത്തിനുള്ള വിത്ത് പെട്ടി എന്ന് പേരിട്ടിരിക്കണ ഈ ബാങ്കിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ നാട്ടില് വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് തരം നെല്ലിനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 19ഓളം ഇനം മാത്രമേ കൃഷി ചെയ്യണുള്ളൂ അത്രേ. നെല്ല് മാത്രല്ല, പല ഇനം മാവുകള്, വാഴകള്, ധാന്യങ്ങള്, പയറുവർഗ്ഗങ്ങള് തുടങ്ങി ഒരുപാട് ചെടികള് ഇന്ന് കാണാനേ ഇല്ലാതെയായിരുന്നു. ഇങ്ങനെ വിത്തുകൾ കൃത്യമായി സൂക്ഷിച്ചു വെക്കാതെ ചെടികൾ നശിച്ചു പോണത് കണ്ടിട്ട് നിക്കോളായ് വാവിലോവ് എന്ന ഒരു റഷ്യൻ ശാസ്ത്രജ്ഞനാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്ത് ആയിരക്കണക്കിന് ചെടികളുടെ വിത്തുകൾ ശേഖരിച്ച് ഇന്നത്തെ സെന്റ് പീറ്റേഴ്സ്ബർഗില് 1920 ആദ്യമായിട്ട് ഒരു വിത്ത് ബാങ്ക് സ്ഥാപിച്ചത്. ഇന്ത്യയില് ഏറ്റവും വലിയ വിത്ത് ബാങ്കായ ഡൽഹിയിലുള്ള നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ് 1976 തുടങ്ങിയത്. കേരളത്തിലും കാർഷിക സർവകലാശാല, വയനാട് കമ്മ്യൂണിറ്റി സീഡ് ബാങ്ക്, പട്ടാമ്പിയിലെ നെല്ല് ഗവേഷണ കേന്ദ്രം പോലുള്ളവര് ശാസ്ത്രീയമായി തന്നെ വിത്തുകൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. പക്ഷേ പ്രാദേശികമായി ഓരോ രാജ്യങ്ങളിലും വിത്ത് ബാങ്കുകൾ ഉണ്ടാക്കി വെക്കണത് അവിടെ ഒരു പ്രകൃതിക്ഷോഭം വന്നാലോ യുദ്ധം വന്നാലോ ഒക്കെ നശിച്ചു പോകാൻ എളുപ്പമാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ ലോകം മുഴുവൻ നശിച്ചാലും ലോകത്തുള്ള ചെടികളുടെ എല്ലാം വിത്തുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഒരിടം വേണമെന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ കാരി ഫൗളർ തീരുമാനിച്ചത്. ഇതിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് ഭൂമിയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്വാൽബാർഡ് എന്ന നോർവീജിയൻ ദ്വീപാണ്. സ്വാൽബാർഡ് ദ്വീപിലുള്ള പ്ലാറ്റോ ബെർഗേറ്റ് എന്ന മലയ്ക്കുള്ളിലേക്ക് 120 മീറ്റർ തുരന്നാണ് ഈ വിത്ത് ബാങ്ക് നിർമ്മിച്ചിട്ടുള്ളത്. നിലവില് ലോകത്ത് 100-ലധികം രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം 1.3 ദശലക്ഷത്തിലധികം വ്യത്യസ്ത തരം വിത്തിനങ്ങൾ അവിടെ ഉണ്ട്. ഓരോ ഇനത്തിലും 100 കണക്കിന് വിത്തുകൾ ഉണ്ടാവും. അങ്ങനെ നോക്കിയാ കോടിക്കണക്കിന് വിത്തുകള് ആ വോൾട്ടിനുള്ളില് ഇപ്പൊ തന്നെ ഉണ്ട്. ഏകദേശം 100,000-ന് മുകളില് വ്യത്യസ്ത വിത്തിനങ്ങള് ഇന്ത്യ തന്നെ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിത്തുകള് അവിടെ നിക്ഷേപിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇന്ത്യയിൽ നയിച്ച വിത്തുകളില് കേരളത്തിൽ മാത്രം കാണുന്ന പ്രത്യേക തരം നെല്ലിനങ്ങളുണ്ട്. ലോകം മുഴുവൻ തകർന്നു പോയാലും പച്ചപ്പ് വീണ്ടെടുക്കാൻ നമുക്ക് ആ വിത്തുപുരയിലെ ഒരു പെട്ടി വിത്തുകൾ മതിയാവും. നമ്മൾ ഇന്ന് കാണുന്ന പ്രകൃതിയെ അതേപോലെ തന്നെ വരും തലമുറയ്ക്കായി കൈമാറാൻ മനുഷ്യനൊരുക്കിയ ഏറ്റവും വലിയ നിധിയാണ് ഡൂംസ്ഡേ വോൾട്ട്.